Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അനന്തുവിന് അഭിനന്ദന പ്രവാഹം. അങ്കമാലി മങ്ങാട്ടുകരയിൽ പുഴയിൽ വീണ കുഞ്ഞിനെ രക്ഷിക്കാൻ പുഴയിലിറങ്ങി ഒഴുക്കിൽപ്പെട്ട പിതാവിനെയും രക്ഷിച്ചത് അനന്തുവാണ്. റോജി എം ജോൺ MLAയും BJP DYFI പ്രവർത്തകരും അനന്തുവിനെ അഭിനന്ദിക്കാൻ മങ്ങാട്ടുകരയിലെത്തി. കൊച്ചിന്റെ അച്ഛൻ കൊച്ചു വീണ പിറകെ എടുത്ത് ചാടിയതാ. വീണോടത്തുനിന്നല്ല എനിക്ക് എടുക്കാൻ കിട്ടിയത്, നീങ്ങണ എടുക്കാൻ കിട്ടിയ. കൊരട്ടിയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് മങ്ങാട്ടുകര ചെമ്പകശ്ശേരി വീട്ടിൽ വാസുദേവന്റെ ഇളയ മകൻ 25-കാരനായ അനന്തു. ജോലി കഴിഞ്ഞുള്ള വൈകുന്നേരങ്ങളിൽ മങ്ങാട്ടുകര വെമ്പിളിയം ശിവക്ഷേത്രത്തിന് സമീപമുള്ള ആനപ്പാറയ്ക്ക് മുകളിൽ അല്പനേരത്തെ വിശ്രമം അനന്തുവിന്റെ ഒരു ശീലമാണ്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് അനന്തു ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ കിഷോറും മകൻ 6 വയസ്സുകാരൻ കുശാൽ കുമാറും ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവത്തെക്കുറിച്ച് അനന്തു പറയുന്നത് ഇങ്ങനെ. വെമ്പിളി അമ്പലത്തിന്റെ അടുത്ത് സ്ഥിരം നേരം പോയിരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പോയിരുന്നാണ്. അപ്പൊ ഇങ്ങനെ ഫാമിലി നടപ്പാതിട്ട് നടത്താൻ കഴിഞ്ഞ് വിസ്മയിക്കാൻ വേണ്ടി പാറയുടെ അടുത്തേക്ക് വന്നാണ്. അങ്ങനെ അവര് വൈഫും ആ ചേട്ടനും കൂടിയും പാറയുടെ സൈഡിൽ തന്നെ വിശ്രമിച്ച് കയറി ഇരുന്നത്. പിള്ളേരാണെങ്കിൽ നേരെ താഴത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി. വെള്ളത്തിൽ ഇറങ്ങിയില്ല, അവര് ജസ്റ്റ് മുകളിൽ നിന്ന് വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കായിരുന്നു. ഇളയെ കൊച്ച് പെട്ടെന്ന് മുന്നൂത്തി വെള്ളത്തിലേക്ക് വീണു. പിറകെ ആ ചേട്ടൻ താഴെ ഇരുന്നാലും ആ ചേട്ടൻ പെട്ടെന്ന് എടുത്ത് ചാടി. പക്ഷെ ആ ചേട്ടൻ രക്ഷിക്കാൻ പറ്റിയില്ല. അതിന്റെ പിറകെയാണ് ഞാൻ എടുത്ത് ചാടുന്നത്. പെട്ടെന്ന് ആ കൊച്ചിനെ പയ്യെ വീണെങ്കിലും വേഗം എടുക്കാൻ കിട്ടി. ഇച്ചിരി ഒഴുകി പോയെങ്കിലും അടിയൊഴുക്കുണ്ടായി. പക്ഷെ ഇച്ചിരി ഒഴുകി പോയെങ്കിലും എന്തോ ഭയത്തിന് കൈ കിട്ടി, അങ്ങനെ കയറ്റി. പിന്നെ അവര് മറ്റേ ആന്ധ്ര തെലുങ്കന്മാരാണെന്നാണ്. അത് കാരണം ഞാൻ വെള്ളം കമത്തി കളയാൻ വേണ്ടിട്ട് അവർക്ക് മനസ്സിലായിണ്ടായില്ല. അത് ഞാൻ കൊച്ചിനെ രണ്ടാമത് മേടിച്ച് വെള്ളം ഇത് കളയാ ചെയ്തത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ കമ്പനിയിലെ തൊഴിലാളിയാണ് ആന്ധ്രാപ്രദേശുകാരനായ കിഷോർ. ഏതാനും നാളുകളായി കുടുംബസമേതം അങ്കമാലി കോതകുളങ്ങരയിലാണ് താമസം. അന്ന് വൈകിട്ട് കുടുംബത്തോടൊപ്പം പുഴക്കരയിൽ വിശ്രമിക്കുമ്പോഴാണ് മകൻ കാലുതെന്നി പുഴയിൽ വീണത്. അതുകണ്ട് കിഷോറും പിന്നാലെ ചാടിയെങ്കിലും നീന്തൽ വശമില്ലാത്തതിനാലും ആഴം കൂടുതലായതിനാലും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അപകടം കണ്ടയുടൻ അനന്തു പുഴയിൽ ചാടി പിതാവിനെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി കരക്കിലെത്തിച്ചു. സ്വന്തം ജീവൻ നോക്കാതെ അനന്തു നടത്തിയ ధీరതയാണ് తనికిం కుటుంబത്തിനും രക്ഷയായതെന്ന് కిషోറും പറയുന്നു. ఇక్కడికి మామూలుగా విజిట్ చూద్దామని వచ్చాము. క్లైమేట్ అదిని ఇక్కడ ఉన్న వాక్వే అది చూడడానికి రావచ్చామండి. ఆ టైంలో పిల్లలు ఇక్కడ ఆడుకుంటున్నారు, మేము కూడా ఇక్కడే ఉన్నాము. అది వర్షం వల్ల రాగి పాకుడు పట్టేసి కొంచెం పిల్లోడు జారిపోవడం జరిగింది. జారిపోగానే మాకు కంగారు వచ్చి నేను సడన్గా దూకేశానండి. దాంట్లోకి దూకేసిన తర్వాత నాకు కూడా కాళ్ళు కింద అందలేదు. అందపోయేసరికి బ్రదర్ వచ్చి మాకు హెల్ప్ చేశాడు. అదేవిధంగా ఇక్కడ ఒక ఆయన చేపలు పడుతున్నాడు, ఆయన కూడా అంకుల్ కూడా వచ్చి మాకు చెయ్యి అందించడం జరిగిందండి. మేమందరికీ కూడా చాలా రుణపడి ఉన్నామండి. థ్యాంక్ యూ వెరీ మచ్ అండి. മരണത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വിലപ്പെട്ട 2 ജീവനുകളെ തോളിലേറ്റി സുരക്ഷയുടെ കരയിലെത്തിച്ച അനന്തുവിന് ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. റോജി എം ജോൺ MLAയും സഹപ്രവർത്തകരും മങ്ങാട്ടുകരയിലെ വസതിയിലെത്തി അനന്തുവിനെ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. എല്ലാവർക്കും മാതൃകയാകേണ്ട സമയോചിതമായ ഒരു രക്ഷാപ്രവർത്തനമാണ് അനന്തു നടത്തിയതെന്ന് റോജി എം ജോൺ MLA പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷവും അല്ലെങ്കിൽ അഭിമാനവും തോന്നിയ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒരു അച്ഛനും മകളും വെള്ളത്തിൽ പോവുകയും അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് നമുക്ക് ഇതുപോലെ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടായതും നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതുമൊക്കെ നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ചെറുപ്പക്കാർക്കൊക്കെ മാതൃകയായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. ചെറുപ്പക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്നും അഭിനന്ദിക്കണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവിധ അനുമോദനങ്ങളും. BJP അങ്കമാലി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഭവം നടന്ന പുഴക്കടവിലെത്തി അനന്തുവിനെ അനുമോദിച്ചു.
BJP ജില്ലാ സെക്രട്ടറി N. മനോജ്, അങ്കമാലി നഗരസഭാ കൗൺസിലർ സന്ദീപ് ശങ്കർ, അഡ്വക്കേറ്റ് VN. സുഭാഷ്, വാസന്തി പ്രശാന്ത്, VP. സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. നമസ്കാരം. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ആന്ധ്രാപ്രദേശ് സ്വദേശികളായിട്ടുള്ള കിഷോർ കുമാറും ഫാമിലിയും നമ്മളുടെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അവിടുന്ന് ഇവിടെ വാക്വേയിലൂടെ നടന്നു വന്നപ്പോൾ കുട്ടി ഇവിടെ കാൽവഴുതി വീഴുകയും, അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ നീന്തൽ അറിയില്ല. പുള്ളി അടക്കം വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങുന്ന സമയത്ത് അനന്തു വാസുദേവൻ കൃത്യമായിട്ട് വന്ന് ആ സമയത്ത് രക്ഷിക്കുകയും അതിനെ തുടർന്ന് ആ കുട്ടിയുടെ ജീവൻ തന്നെ നിർത്താൻ കഴിഞ്ഞു. അത് വലിയൊരു ഉപകാരമാണ്. അതിൻ്റെ പേരിൽ നമ്മളിവിടെ BJP മണ്ഡലം കമ്മിറ്റിയും മുനിസിപ്പൽ കമ്മിറ്റിയും ഉൾപ്പെടെ വന്ന് ആദരിക്കുകയാണ് അനന്തുവിനെയും. പിന്നെ ആ കുട്ടിയെയും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കും അനന്തുവിനോട് നന്ദി പറയണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെയും കൊണ്ടുവന്നത്. എന്തായാലും ഈ ധീരപ്രവർത്തിക്ക് വളരെ വലിയ അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് നിർത്തുന്നു. DYFI പ്രവർത്തകരും അനന്തുവിന് അനുമോദനവുമായി എത്തി. നഗരസഭാ കൗൺസിലർ PN. ജോഷി, DYFI നേതാക്കളായ സച്ചിൻ കുര്യാക്കോസ്, റോജിസ് മുണ്ടപ്ലാക്കൽ, KP. അനീഷ്, രാഹുൽ രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് അനന്തുവിന് ഉപഹാരം നൽകി. ഇവിടെ കഴിഞ്ഞ 1-ാം തീയതി ഒരു അന്യസംസ്ഥാന അസം സ്വദേശിയായിട്ടുള്ള ഒരു കുട്ടി കാൽവഴുതി പുഴയിലേക്ക് വീഴുകയും അവരെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ ശ്രമിക്കുമ്പോൾ അച്ഛനും മുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ 2 ജീവൻ പൊലിയാൻ നിൽക്കുന്ന സമയത്താണ് തൻ്റെ ജീവൻ വിലവെക്കാതെ അവർ രണ്ടുപേരെയും രക്ഷിക്കാൻ വേണ്ടി അനന്തു എടുത്തു കടന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്കെല്ലാം പ്രിയങ്കരനുമാണ്, നമ്മളെല്ലാം സുഹൃത്തുമാണ്. ആ നിലയിൽ ധീരമായ നിലപാടാണ് ആ ഒറ്റ നിമിഷം കൊണ്ട് അനന്തു ചെയ്തത്. അതിൻ്റെ ഭാഗമായി 2 ജീവൻ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെയും അച്ഛൻ്റെയും ജീവൻ രക്ഷിക്കാൻ മാതൃകാപരമായ ഇടപെടലാണ് അനന്തു നടത്തിയത്. പലപ്പോഴും ഇങ്ങനെയെല്ലാം സന്ദർഭത്തിൽ പുതിയ ചെറുപ്പം ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ ഞങ്ങളിലേക്ക് ഒതുങ്ങുന്ന ഒരു ഘട്ടത്തിനകത്താണ് അനന്തു ഇത്ര മഹത്തരമായ ധീരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്നത്. അനന്തുവിനെ DYFI ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി ഏറ്റവും ഊഷ്മളമായി അഭിനന്ദിക്കുന്നതിനൊപ്പം അനന്തുവിനെ മാതൃകയാക്കി ഒരു ആപൽഘട്ടത്തിനകത്ത് മനുഷ്യർക്കൊപ്പം നിൽക്കാൻ ഈ നാടിനകത്ത് യുവജന സമൂഹവും പൊതുസമൂഹവും തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ. കിഷോറും ഭാര്യ നാഗലക്ഷ്മിയും മക്കളോടൊപ്പമെത്തി അനന്തുവിനെ കണ്ട് നന്ദിയും സ്നേഹവും അർപ്പിച്ചു. ഇനി മൈൻഡ് ഓഫ് അങ്കമാലിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇതാണ്. മങ്ങാട്ടുകര വെമ്പിളിയം ക്ഷേത്രത്തിന് സമീപമുള്ള ആനപ്പാറ ഭാഗത്ത് കുളിക്കടവില്ല. ചെങ്കുത്തായ പാറയാണ് ഇത്. പാറയിൽ നിന്ന് 1 കാലെടുത്തു വച്ചാൽ പിന്നെ നിലയില്ല കയമാണ്. ഇതിനു മുൻപും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുഴക്കരയിലും പാറപ്പുറത്തുമെല്ലാം ഇരുന്ന് കാറ്റുകൊള്ളാം, പ്രകൃതി ഭംഗി ആസ്വദിക്കാം. പക്ഷേ പുഴയിലിറങ്ങാൻ ആരും, പ്രത്യേകിച്ച് കുട്ടികൾ, ശ്രമിക്കരുത്. അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാനും കഴിയുന്നത്ര സുരക്ഷാ സംവിധാനം ഒരുക്കാനും നഗരസഭയും തയ്യാറാകണം. ശ്രദ്ധിക്കുക, പുഴയിൽ ഇറങ്ങി ഒഴുക്കിൽപ്പെട്ടാൽ ഓടിയെത്തി രക്ഷപ്പെടുത്താൻ ആനപ്പാറ പുറത്ത് എപ്പോഴും അനന്തു ഉണ്ടാകണമെന്നില്ല. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.